ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും കാണാൻ ഇഷ്ടമുള്ളൊരു കണ്ടൻറ്റാണ്. ഞാനൊരു 2 പ്രാവശ്യമായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വളരെ കുറഞ്ഞ വിലയിൽ കിട്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം 1-2 നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല ബെറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇനി ഓരോന്നും നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലത്തെ ഒരു 3 ജാറുകളാണ് കേട്ടോ. ഇത് നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 227 രൂപയാണ്. പക്ഷേ നമുക്കിത് കിട്ടിയിരിക്കുന്നത് 99 റുപ്പീസിനാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള 3 ജാറുകളാണ്. ഇതിൽ നമുക്ക് ഷുഗറും ടീയും കോഫി പൗഡറുമാണ് ഇട്ട് വെക്കാൻ പറ്റുന്നത്. അത് ഇതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 99 റുപ്പീസിന് നല്ല വെർത്തായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. കണ്ടോ, ഷുഗർ, കോഫി, ടീ എന്നൊക്കെ ഇതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ എഴുതി ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു ലിഡ് നമുക്ക് നോക്കാം. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ തുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡൊക്കെ തന്നെയാണ് ഇതിന്. അപ്പോൾ നമ്മളിത് 3 ഇതിലിട്ട് വെച്ചാൽ ഇതിൽ ഒട്ടും തന്നെ എയർ കിടക്കുകയോ അതുപോലെ തന്നെ പ്രാണികളോ ഒന്നും ഇതിൽ കയറത്തില്ല. അത്രയ്ക്ക് നല്ല സേഫ് ആയിട്ടുള്ള ലിഡും ഒക്കെയാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇതിപ്പം നല്ലപോലെ കഴുകി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഇട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. നല്ല 2 ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാൻ പറ്റിയ ബോട്ടിൽസ് ആണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 199 റുപ്പീസാണ്. പക്ഷേ നമുക്ക് ഇതും കിട്ടിയിരിക്കുന്നത് 99 റുപ്പീസിനാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. ഇത് രണ്ടും നല്ല ക്രിസ്റ്റൽ വൈറ്റ് ആയിട്ടുള്ള 2 ബോട്ടിൽസുകളാണ്. ഇതിൽ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമ്പം അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊരു ബോട്ടിൽ വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും. നല്ല ഭംഗിയുള്ള 2 ബോട്ടിൽസുകളാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് വന്നിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയാണ്. നല്ല ടൈറ്റുമാണ് ഇതിൻ്റെ ആ ഒരു മൂടിയൊക്കെ. നമ്മൾ സാധാരണ രീതിയിൽ ഇതുപോലത്തെ ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ തന്നെ 100-ും 120 രൂപയൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഇതിപ്പോൾ 2 എണ്ണത്തിന് നമ്മൾ 99 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ല വെർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. അതും ഇതുപോലത്തെ 4 കണ്ടെയ്നറുകളാണ്. ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 2 എണ്ണം നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മനസ്സിലായി. നല്ല ഭംഗിയും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 99 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വാഷറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റായിട്ട് നമുക്ക് ഇതിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ ഞാൻ ആ ഒരു വാളൻപുള്ളിയുടെ ക്യൂബാക്കി വെച്ചിരിക്കുന്നത് ഇതിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഒരെണ്ണത്തിൽ നമ്മൾ സാമ്പാർ പ്രീമിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നല്ല തുറന്നൊന്നും പോകത്തില്ല, നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ. ഇതിപ്പം നമ്മൾ 2 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 എണ്ണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഇതൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ഐസ് ക്യൂബ് ട്രേ ആണ്. ഇത് നമുക്ക് 245 റുപ്പീസാണ് ഇതിൻ്റെ യഥാർത്ഥ വില. ഇത് നമുക്ക് 99 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇപ്പം നല്ല ചൂട് കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഐസ് ക്യൂബിനൊക്കെ ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഐസ് ക്യൂബ് ട്രേക്കാണെങ്കിൽ മൂടിയൊന്നും ഇല്ലാത്ത കാരണം ഇത് ഇച്ചിരി കൂടെ സേഫായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്യൂബ് വന്നിരിക്കുന്നത് നല്ല സിലിക്കണിൻ്റെ ആ ഒരു മോൾഡാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ താഴെവശത്തും നമുക്ക് കുറേയേറെ വെള്ളം നിറച്ചിട്ട് നമുക്കിത് ഐസാക്കാൻ പറ്റും. പിന്നെ ഒരു സ്കൂപ്പറും കൂടെ ഉണ്ട്. നമ്മൾ കൂടുതലും ഫിഷും മീറ്റും ഒക്കെ നമ്മൾ ഫ്രീസറിലല്ലേ വെക്കുന്നത്. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ ഐസാക്കാൻ വെക്കുന്നതും ഫ്രീസറിൽ തന്നെയാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ മൂടിയുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സേഫായിട്ട് തോന്നി. കാരണം അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ നമ്മൾ തുറന്നിരിക്കുന്ന ആ ഒരു ഐസ് ക്യൂബൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന അത്ര സേഫല്ല. ഇതാകുമ്പം അത്രയും പ്രശ്നം വരുന്നില്ല. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വാങ്ങിയിരിക്കുന്ന അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഇതുപോലത്തെ 3 ഗ്ലാസിൻ്റെ കോഫി മഗ്ഗാണ്. അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് 30 രൂപയേ ഉള്ളൂ. അപ്പം വളരെ നല്ല ക്വാളിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്യൂട്ടുമാണ്. അപ്പോൾ ഇതുപോലത്തെ കപ്പൊക്കെ നമുക്ക് വീട്ടിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും തികയത്തില്ല. കാരണം നല്ല ഉപയോഗമുള്ളൊരു കാര്യം തന്നെയാണ് ഇതല്ലേ. അപ്പം നമുക്ക് ഇത് 3 എണ്ണം 90 രൂപയ്ക്ക് നല്ല വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കി ഇങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമ്മുടെ മസാല ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു കളറും ഒക്കെ ആയിട്ടുള്ള ഒരു മസാല ബോക്സ് ആണ്. ഇത് നമുക്ക് ഒരെണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് 150 രൂപയാണ് വരുന്നത്. ഇതിപ്പം എനിക്ക് 99 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ പലയിടത്തും 280, 300 ആ ഒരു റേഞ്ചിലാണ് കിട്ടാറുള്ളത്. ഇതിപ്പം ഒരെണ്ണം നമുക്കപ്പോൾ 99 റുപ്പീസിന് വളരെ നല്ലൊരിതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 7 ഡിവിഷനായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെനിക്ക് പൊടികളല്ല, നമ്മുടെ ഏലക്കാപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, വറ്റൽമുളക് കട്ട് ചെയ്തത് ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അതെല്ലാം പല സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പം എല്ലാം കൂടെ ഒരിടത്തിരിക്കും. നമ്മുടെ കബോർഡിലാണെങ്കിൽ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ ചെറിയ ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാനായിട്ടാണ് ഇതെടുത്തത്. പിന്നെ ഇത് നമ്മുടെ കിച്ചണിൽ ഏകദേശം എല്ലാ പ്രൊഡക്റ്റും ഈ ഒരു കളറായതുകൊണ്ട് ഞാൻ ഈ ഒരു കളറും കൂടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങിച്ച് നോക്കുക, നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. ഇതെന്താണെന്നറിയോ? നമ്മുടെ ലാപ്ടോപ്പ്, ഫോണ്, കമ്പ്യൂട്ടർ, TV ഇതിൻ്റെ എല്ലാം സ്ക്രീൻ നമ്മൾ ക്ലീൻ ആക്കുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മളിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പകുതി യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ഇത് വാങ്ങിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മിക്കവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റും കൂടി ഈ കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഫോണൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എന്തായാലും നമ്മുടെ കയ്യിലൊക്കെയുള്ള എന്തെങ്കിലും അഴുക്ക കാര്യങ്ങളൊക്കെ പറ്റിയാലും നമുക്കിത് ഇതിൻ്റെ കൂടെ ഒരു ക്ലോത്തും കൂടെ കിട്ടും കേട്ടോ. 1-2 സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി, നല്ല ക്ലീൻ ആകും നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനും അതുപോലെ തന്നെ TVയുടെയോ കമ്പ്യൂട്ടറിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ ഒക്കെ സ്ക്രീന്. പിന്നെ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്കൊരു ദോഷമൊന്നും തോന്നിയിട്ടില്ല, നല്ല യൂസ്ഫുള്ളാണ്. അപ്പം നമുക്കിതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മളിടാം. ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പം 2 എണ്ണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 190 രൂപയാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള പെപ്പർ സാൾട്ട് ബോട്ടിലാണ്. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലോ കിച്ചണിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് കണ്ടുകൊണ്ട് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. ഇത് നമുക്കിപ്പോൾ 50 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു പ്രൈസിന് ഇത് നല്ലൊരിതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ആ ഒരു വുഡിൻ്റെയൊക്കെ പോലത്തെ ഒരു കളറും ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇതൊരു ടേബിൾ മാറ്റാണ്. ഈ മാറ്റ് ഒരു പാക്കറ്റിൽ 6 പീസാണ് വരുന്നത്. എല്ലാത്തിലും ബെറ്ററായിട്ട് എനിക്കിതിൻ്റെ ആ ഒരു ഫ്ലോറസെൻറ്റ് ബ്ലൂ കളറാണ് ഇഷ്ടപ്പെട്ടത്. കണ്ടോ? പിന്നെ ഇതൊരു സിലിക്കൺ പോലത്തെ ആ ഒരു ടൈപ്പാണ്. പിന്നെ ഈ ഒരു കളറായതുകൊണ്ട് നമുക്ക് ഏത് കളറുള്ള ടേബിളിലും ഇത് നല്ല മാച്ചാണ്. ഇതിൽ നമുക്ക് നല്ല ചൂടായിട്ടുള്ളതൊന്നും വെച്ചാലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. നമ്മൾ വെച്ച് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ പ്രൈസ് 99 റുപ്പീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് നമുക്ക് പലതവണയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റും. ഒന്നിച്ച് വാങ്ങിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ബൈ.